ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിനായി ജീവൻ തിരഞ്ഞെടുക്കുക. നിയമാവർത്തന പുസ്തകങ്ങൾ വായനയാണ്. 30-ാം അധ്യായം 19-ാം തിരുവചനമാണ്. വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം. സാത്താന് മനുഷ്യനെ പ്രലോഭിപ്പിക്കാനേ പറ്റൂ. പാപത്തിൻ്റെ കാര്യത്തിൽ പാപം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിയും സ്വാതന്ത്ര്യവുമുള്ള ഓരോ വ്യക്തിയുമാണ്. തീരുമാനമെടുക്കാൻ ഓരോ വ്യക്തിക്കും കഴിവുണ്ടെന്ന് ഈ ദൈവവചനം വ്യക്തമാക്കുന്നു. പറുദീസായിലെ നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ആദ്യ മനുഷ്യന് സ്വാതന്ത്ര്യവും കഴിവും ഉണ്ടായിരുന്നു. സാത്താൻ നുണ പറഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗത്തിനായി മനുഷ്യനെ പ്രേരിപ്പിക്കാൻ കഴിയും. പാപം ചെയ്തത് ആദിമാതാപിതാക്കന്മാരാണ്. പാപം ചെയ്യണമോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും നിശ്ചയമാണ്. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.